നല്ലതായിട്ട് മനസ്സിലാക്കണം, നോക്കണം. രണ്ട് പൈപ്പ് അതൊരു ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. ഒരു പൈപ്പ് ഇവിടെയും ഒരു പൈപ്പ് ഇവിടെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. 2 പൈപ്പ് റണ്ണിങ് ടുഗദർ ക്യാൻ ഫിൽ എ ടാങ്ക്. അപ്പൊ ഈ ടാങ്ക് 2 പൈപ്പ് തുറന്നു വെച്ചിട്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് എത്ര മിനിറ്റ് കൊണ്ടാണ്? 11 1/9 മിനിറ്റ് കൊണ്ടാണ്. 11 1/9 എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താ? 11 × 9 99 + 1 / 100. അപ്പം അല്ല ഡിവൈഡ് ബൈ 9, അതായത് 100/9 മിനിറ്റ് ആണ് വിചാരിച്ചോ അല്ലേ? 100/9. അതായത് ഈ രണ്ട് പൈപ്പ് കൂടെ എന്താണ് ഒരുമിച്ച് തുറന്നു വെച്ചാൽ 11/9 മിനിറ്റ് കൊണ്ട് ശരിക്കും ഈ ടാങ്ക് നിറയും. പറയുന്നത് ഇനി സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. അതായത് ആദ്യം ഈ പൈപ്പ് മാത്രമായിട്ട് നോക്കി. ഈ പൈപ്പ് മാത്രമായിട്ട് നോക്കിയപ്പോൾ എത്രയോ മിനിറ്റിൽ ടാങ്ക് നിറഞ്ഞു. എന്നാൽ അടുത്ത പൈപ്പ് വെച്ചിട്ട് ടാങ്ക് നിറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പൈപ്പ് നിറയ്ക്കാൻ എടുത്ത സമയത്തിനെക്കാട്ടിലും 5 മിനിറ്റ് കൂടുതൽ എടുത്തു ഇത് നിറയ്ക്കാൻ. അങ്ങനെയാണ് അവർ പറയുന്നത് ഫൈൻഡ് ദ ടൈം ഇൻ വിച്ച് ഈച്ച് പൈപ്പ് വുഡ് ഫുൾ. സെപ്പറേറ്റ് ചെയ്യുക, രണ്ടായിട്ട്. അതായത് ഇവൻ എത്ര സമയം എടുത്തു, ഇവൻ എത്ര സമയം എടുത്തു കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ. ലെറ്റ് ദ അല്ലെങ്കിൽ the first pipe takes x minute to fill the tank. അങ്ങനെയാണെങ്കിൽ therefore second pipe എത്രയായിരിക്കും? second pipe take എത്രയായിരിക്കും? pipe takes എത്രയായിരിക്കും? takes x plus 5 minutes to fill the tank ആയിരിക്കും. ആണോ? ആദ്യത്തെ കണ്ടീഷൻ കിട്ടി അല്ലേ? ഇത് x മിനിറ്റിലാണ് മൊത്തം നിറയ്ക്കുന്നത്. അപ്പൊ ഒരു മിനിറ്റിൽ എത്ര നിറയ്ക്കും? 8 ഡേയ്സിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ഒരു ഡേയ്സിൽ എത്ര വർക്ക് ചെയ്യും? 1/8. അപ്പം x മിനിറ്റിൽ മൊത്തം ഇത് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര നിറയും? 1/x ആയിരിക്കും നിറയുന്നത് അല്ലേ? ശ്രദ്ധിച്ചോണം, എപ്പോഴും ആലോചിച്ചോണം. ഒരു മിനിറ്റിൽ എത്ര നിറയ്ക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് x മിനിറ്റിൽ മൊത്തം നിറയ്ക്കാൻ കഴിയുമെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര നിറയ്ക്കും? 1/x. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? അതായത് ഒരു വർക്ക് 8 ദിവസം കൊണ്ട് ചെയ്യാമെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? അതിന്റെ 1/8 പാർട്ട് ചെയ്തുള്ളൂ. അതായത് അപ്പൊ ഇവിടെ x മിനിറ്റിൽ മൊത്തം നിറയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര നിറയ്ക്കാൻ പറ്റും? ആ മൊത്തത്തിന്റെ 1/, അത്രയും ഭാഗമേ 1 പാർട്ടേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതും കൂടെ എഴുതാം. അപ്പം ഇങ്ങനെ എഴുതാം. അതായത് in 1 minute first pipe fills 1/x portion of tank. 1/x portion of tank ആണോ? അങ്ങനെയാണെങ്കിൽ in 1 minute second pipes fills എത്രയാ? 1/x plus 5 അല്ലേ? അങ്ങനെയല്ലേ? 1/x plus 5 portion of എന്താ? portion of tank അല്ലേ? ആണല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ 1/x പോർഷൻ നിറയ്ക്കുമെങ്കിൽ എത്ര മിനിറ്റ് നിറയ്ക്കുന്ന കാര്യത്തിനെ പറ്റി എഴുതിയിരിക്കുന്നത്? 11 1/9 മിനിറ്റ്സിൽ എത്ര നിറയ്ക്കുന്ന എഴുതിയിരിക്കുന്നത്. അപ്പം ഒരു മിനിറ്റിൽ ഇതാക്കുമെങ്കിൽ അത്ര മിനിറ്റിൽ അത്ര ഇൻറ്റു അത് ചെയ്താൽ പോരെ, ഒരു മിനിറ്റിൽ എമൗണ്ട് ചെയ്താൽ പോരെ. അപ്പം അത് ഒരു മുട്ടായിക്ക് 10 രൂപ. അങ്ങനെയാണ് 10 മുട്ടായിക്ക് എന്ത് ചെയ്യും? 10 × 10 അല്ലേ? 20 മുട്ടായിക്ക് എത്രയാ? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു മിനിറ്റിൽ എത്രയാ? 1/x പോർഷൻ നിറയ്ക്കുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 11 എന്താണ്? 11 1/9 അല്ലേ? മിനിറ്റ്സിൽ എത്ര നിറയ്ക്കും? 1/x ഇൻറ്റു എന്താണ്? 11 1/9 അത്ര നിറയ്ക്കും. മനസ്സിലായോ? അപ്പൊ അതിനെ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ in 11 1/9 minutes first pipe fills എത്രയായിരിക്കും? fills is equal to 1/x into 11/9 നമുക്ക് എന്താക്കാം? ഫ്രാക്ഷൻ ആക്കിയിട്ട് 100/9 എന്നാക്കാം. അതിനെ നമുക്ക് 100/9x എന്നാക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ in 11 1/9 minutes സെക്കൻഡ് പൈപ്പ് എത്ര ഫില്ല് ചെയ്യും?
സെക്കൻഡ് ബൈ ഫില്ല് എത്ര 1/x + 5 ഇൻറ്റു എത്രയാ 100/9 ഈസിക്കൽ എത്രയാ എന്ത് ചെയ്താൽ മതി എത്രയാ 100 എത്ര വരും 9 ഇൻറ്റു എത്രയാ x + 5 ചെയ്താ പോരെ ഓക്കെ അപ്പം ഇവര് 11 മിനിറ്റിൽ നിറച്ച എമൗണ്ട് അല്ലേ ഈ കൊടുത്തിരിക്കുന്നത് ആണോ ഈ 11 മിനിറ്റിൽ നിറച്ച ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇവനും 11 മിനിറ്റിൽ 11 പോയിന്റ് ഇത്രയും മിനിറ്റിൽ ഇത്രയും പാർട്ട് നിറച്ചു ഓക്കെ വേറെന്താ കണ്ടീഷൻ തന്നിരിക്കുന്നത് വേറെന്താ കണ്ടീഷൻ തന്നിരിക്കുന്നത് more than find the time in which each separately അപ്പൊ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതില്ലോ എങ്ങനെ എഴുതേണ്ടത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫില്ല് ചെയ്തപ്പോൾ എത്ര സമയം എടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് അതായത് 100/9 മിനിറ്റ് എടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫില്ല് ചെയ്യുമ്പോൾ അത്ര സമയം എടുക്കുന്ന പറഞ്ഞത് അങ്ങനെയാണ് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ആകില്ലോ അതായത് 100/9x plus 100/9 into x plus 5 is equal to എത്രയാണെന്ന് എഴുതാം 1 എന്ന് എഴുതാം പറയാം നമുക്ക് ചെയ്തിട്ട് നോക്കട്ടെ വെച്ചിട്ട് ഓക്കെ ഇനി എന്താ ഇവിടെ ചെയ്യാൻ പറ്റുക ഇനി എന്ത് ചെയ്യാം 100 നമുക്ക് എന്ത് ചെയ്യാം ഈ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/9x പ്ലസ് എത്രയാ 1/9 into x plus 5 എന്ന് എഴുതാം ഈസിക്കൽ എത്രയാ 1 അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഈ 100 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1/9x പ്ലസ് 1/9 into x plus 5 ഈസിക്കൽ ടു 1/100 എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി LCM എടുക്കാം ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9 into x plus 5 plus 1 plus 9x divided by 9x into 9 into x plus 5 അല്ലേ ഈസിക്കൽ ടു 1/100 അങ്ങനെയാണെങ്കിൽ ഇവിടെ 9x plus 45 plus 9x divided by 9x വെളിയിൽ കിടക്കട്ടെ ഇതിനെ അകത്തോട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ 9x plus 45 എന്ന് വരുന്നു ഈസിക്കൽ ടു 1/100 വീണ്ടും എന്ത് ചെയ്യാൻ പോവാം വീണ്ടും നമ്മൾ 18x plus 45 divided by ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ 9 into 9 81x square plus 95 45 5 4 9 4 405 x ഈസിക്കൽ 1/100 നടക്കുന്നു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തെറ്റുണ്ട് ചെയ്ത് നോക്കാം 1800 x പ്ലസ് 4500 ഈസ് ഈക്വൽ ടു 81x സ്ക്വയർ പ്ലസ് 405 ഇനി എന്താ ഇനി സിംപ്ലി എന്ത് ചെയ്താൽ മതി ഇതിനെ ഒരുമിച്ചാക്കിയാൽ മതി അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 81x സ്ക്വയർ പ്ലസ് 405x മൈനസ് 1800x മൈനസ് 4500 ഈസിക്വൽ ടു എന്താ 0 അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 81x സ്ക്വയർ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 1500 അല്ലേ 1395 കിട്ടും എക്സ് മൈനസ് എത്രയാണ് 4500 ഇവിടുന്ന് 9 എല്ലായിടത്തും നമുക്ക് കോമൺ എടുക്കാൻ പറ്റുമെങ്കിൽ 1395 9 വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ 155 കിട്ടും അല്ലേ 4500 9 കിട്ടും 95 45 ആണ് 500 കിട്ടും അപ്പൊ ഞാൻ ഇവിടെ 9 കോമൺ എടുക്കുവാണെങ്കിൽ ബാക്കി എന്നത് വരും 9x സ്ക്വയർ മൈനസ് 155x മൈനസ് 500 ഈസിക്വൽ ടു എത്രയാണ് 0 അങ്ങനെയാണെങ്കിൽ ഇതിനെ സിംപ്ലി 9x സ്ക്വയർ മൈനസ് 155x മൈനസ് 500 ഈസിക്വൽ എന്ന് എഴുതാം
0 എന്ന് എഴുതാം ഇല്ലേ? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വെച്ചിട്ട് ഞാൻ അങ്ങ് എഴുതുകയാണ് ആൻസർ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം വെച്ചിട്ട് 9x സ്ക്വയർ മൈനസ് 180x പ്ലസ് 25x എന്ന് കിട്ടും. 25x മൈനസ് 500 ഈസിക്കൽ എന്താ 0. ഇവിടുന്ന് 9x കോമൺ എടുക്കുകയാണെങ്കിൽ ബാക്കി x മൈനസ് 20 കിട്ടുന്നു. പ്ലസ് ഇവിടെ 25 കോമൺ എടുക്കുകയാണെങ്കിൽ x മൈനസ് 20 ഈസിക്കൽ 0. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നിന്ന് x മൈനസ് 20 കോമൺ എടുക്കുന്നു. ബാക്കി എന്താ വരുന്നു? 9x പ്ലസ് 25 എന്ന് വരും ആണല്ലോ. ഇനിയിപ്പം ഓൾ ഈസിക്കൽ 0. അപ്പം നമുക്ക് ഇനി x മൈനസ് 20 ഈസിക്കൽ 0 എന്ന് എടുക്കാം. x ഈസിക്കൽ എത്രയാണ്? 20 ആണ്. മറ്റേ എടുക്കത്തില്ല കാരണം നെഗറ്റീവ് വരും. അപ്പം ഒരു പൈപ്പ് എന്താണ് നമ്മളിപ്പോ എന്താ x എന്ന് പറഞ്ഞാൽ എന്തിനാ എടുത്തത്? x എന്ന് പറഞ്ഞാൽ എന്തിനാ എടുത്തത്? x എന്ന് പറഞ്ഞാൽ എന്തിനാ എടുത്തത്? ഫസ്റ്റ് പൈപ്പ് ഫുൾ ടാങ്ക് നിറയ്ക്കാൻ x. അപ്പം ഫസ്റ്റ് പൈപ്പ് ഫുൾ നിറയ്ക്കാൻ എത്ര മിനിറ്റ് എടുക്കും? 20 മിനിറ്റ് എടുക്കും അല്ലേ? അപ്പൊ സെക്കൻഡ് പൈപ്പോ x പ്ലസ് 5 അതായത് 25 മിനിറ്റ് എടുക്കും. അതാണ് ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ഇത്രയുള്ള ഞാൻ നിർത്താമേ.